32 വയസ്സായി, പെണ്ണുമില്ല, പെടകോഴി. 2 വർഷം മുന്നേ പോയി ഇഷ്ടമാണെന്ന് പറയും. നാച്ചുറലി ബോയ്സ് എന്താ ചെയ്യുന്നത്, അവരെ പിറകെ പോകുമല്ലോ. പുള്ളിക്കാരനെ ഈ മടിയുടെ അസുഖമുണ്ട്. ഒരു ദിവസം ഒന്ന് പോയി കണ്ടു, പറഞ്ഞു, പിന്നെ വീട്ടിൽ കയറി, പിന്നെ പുറത്തിറങ്ങിയിരുന്നു. പുള്ളി കണ്ടിട്ടില്ല, ആളാരം പോലെ പറഞ്ഞൂടെ. ആരും ഒരാൾ മിന്നായം പോലെ ഐ ലവ് യു. പക്ഷെ ഇവർക്ക് ആർക്കും അറിഞ്ഞൂടായിരുന്നത്. ഇപ്പൊ എന്തായാലും അന്ന് പറയാൻ പേടിച്ച് നമുക്ക് ഇപ്പൊ ആ കുട്ടിക്ക് ഒരു പ്രപ്പോസൽ കൊടുത്താൽ അന്ന് ആ കുട്ടി കണ്ടിട്ടില്ല, കാരണം മാസ്ക് എന്തരടെ സമയത്തിന് വരാൻ പറയും നിനക്കൊക്കെ വന്നുകിടി. പറയടാ, എന്താടാ നീ പറ അങ്ങട്. അത് വേറെ നീ എന്റെ അതായത് താമസിക്കാണ്. സാധാരണ പെൺപിള്ളേരാണ് മറ്റേ മേക്കപ്പ് ഒക്കെ ചെയ്ത് താമസിക്കാൻ. മിമിക്രി വല്ല ചെയ്യുന്നു. ചന്ദന പൊൻചിതയും എന്റെ അച്ഛനെറിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിക്കിറങ്ങുന്ന തമ്പലപ്രാവുകളോ, ഇന്നമ്പലപ്രാവുകളോ ഇന്നലെ ആഹാ ആഹാ ആ. ഞാൻ സ്നേഹ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വൈറൽ കോണ്ടന്റ് ചെയ്യുന്ന ഒരു ടീമാണ് ടീം പുട്ടുകുറ്റി. ഹലോ ഹലോ ഹലോ, നമുക്ക് സ്വാഗതം ചെയ്യാം ഹരി, അരവിന്ദ്, നിവിൻ ആൻഡ് വിഷ്ണു. ഓക്കെ, മറ്റേ വിഷ്ണുവിനെ മറ്റേ ഒഫീഷ്യൽ നെയിം വിളിക്കുന്നത് ഇഷ്ടമൊന്നുമില്ല, എന്നെ അപ്പൂന്ന് വിളിച്ചാൽ അതെന്ന്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് കോണ്ടന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി കാണാറുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളുടെ കോണ്ടന്റ് കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുമോ, കാരണം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ്. സാധാരണ ഈ തേപ്പ്, പ്രണയം, അല്ലെങ്കിൽ ഓരോരുത്തർ എടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ. ചിലപ്പം അമ്മയും മകനായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കാമുകൻ, ടോക്സിസിറ്റി, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ കുറെ കൂടെ ഒരു ഫിക്ഷൻ മൂഡിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അത് തന്നെയാണ് ഒരു കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എവിടുന്നാണ് ഈ, കാരണം ഈ ഫിക്ഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് സ്ക്രിപ്റ്റഡ് ആയിരിക്കണം, കുറെ പ്ലാൻ ചെയ്യണം. അപ്പൊ ആരാണ് ഇതിന്റെ ഐഡിയാസ് ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നത്? എന്നാലും ഒരു തലച്ചോറ് മെയിൻ ആയിട്ട് കാണുള്ളൂ, അത് ആരായിരിക്കും? ഡെവലപ്പ് ചെയ്ത് ഈ വണ്ടിയെ പ്രണയിച്ചവരെ കണ്ടിട്ടുണ്ട്, ഫുഡിനെ പ്രണയിച്ചവരെ കണ്ടിട്ടുണ്ട്, പെണ്ണിനെ പ്രണയിച്ചവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പുട്ടിനെ വരെ പ്രണയിച്ചവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പുട്ടുകുറ്റിയെ പ്രണയിച്ച ടീമിൽ ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് ഈ പുട്ടുകുറ്റി പേര് വരാമോ? ഇല്ല, അത് ഫിക്ഷൻ സംഭവം വന്നില്ല. അപ്പൊ നമ്മള് ഈ അവിടെ പുട്ട് കഴിച്ചിട്ട് തള്ളും, നമ്മള് ബെഡായി പറയില്ലേ, തള്ളുന്നില്ലേ നമ്മള്, അതിനെ ബേസ് ചെയ്താണ്. പുട്ട് കഴിച്ചിട്ടാണല്ലോ തള്ളുന്നത്. അപ്പൊ ഫിക്ഷൻ പരിപാടി അതൊക്കെ ഇതിലാണല്ലോ വരുന്നത്. അങ്ങനെ നമ്മൾ പുട്ടുകുറ്റി അന്ന് ഇട്ടു, ഒരു 4 വർഷം മുന്നേ ഇട്ടു. അന്നെന്തോ ഒരു ആവേശം എടുത്തിട്ടല്ലേ നിങ്ങളപ്പം നമുക്ക് റീച്ചൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് നിൽക്കുന്ന പേരായിരിക്കണല്ലോ. അപ്പൊ എന്തൊക്കെ പേരായിരുന്നു വേറെ കൂടെ ഉണ്ടായിരുന്നത് ഈ പുട്ടുകുറ്റി അല്ലാതെ? അവിയൽ, ഉരുളി, ചീനിച്ചട്ടി, കുറെ പാത്രങ്ങളുടെ ബേസ് ചെയ്ത് അങ്ങനെ എന്തൊക്കെ പേര് കോമൺ ആയിട്ട് എല്ലാരും കേൾക്കുന്ന പേര് അങ്ങനെ നോക്കിയതാ. നീ മാറ്റാൻ പറ്റില്ല, നീ മാറ്റാൻ പറ്റും. ചിലര് പേര് തെറ്റി വിളിക്കും. ഇന്നാൾ ഇടയ്ക്ക് ഞാൻ എറണാകുളത്ത് ഒരാള് നിന്നിട്ട് പട്ടിക്കുട്ടിയല്ലേ, പട്ടുകുട്ടിയോ അല്ല പുട്ടുകുറ്റി, നമ്മളെ കുട്ടുകുറ്റി എന്ന് പറയും, പുട്ടുകുറ്റി, പട്ടിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കൊറേ നിങ്ങളുടെ റീലൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേന് അതിൽ മെയിൻ ആയിട്ട് കണ്ടത് സെയിൽസ് ഗേൾ വരുന്നൊരു റീല്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ നമ്മളിപ്പോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനോടും ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ റിയൽ ലൈഫിൽ നിന്നൊക്കെ ഈ ചുരണ്ടി എടുത്തേക്കുന്ന റീൽസ് ആണോ? അപ്പൊ ആ സെയിൽസ് ഗേളിന്റെ ആ ഒരു റിയൽ ലൈഫ് ആണോ ശരിക്കും? ഈ ഇൻസിഡന്റ് തന്നെ
അടുത്ത് തന്നെ ഉണ്ട് എല്ലാവരും ക്യാമറ സൂം. ഏത് അമ്മ ഷണ്ടിയുടെ എന്താ എന്താ ഒരു നാടൻ കോണ്ടന്റ് ചെയ്യുമ്പോഴേ ഇതൊന്നും പറഞ്ഞൊരു കുഴപ്പമില്ല. ഇന്റർവ്യൂ വന്നിട്ട് മറ്റേ ഒരു വാക്ക് പോലും പറയുന്നില്ല. അപ്പന്റെ ഡയറി പേടിച്ചിട്ടാണോ? അല്ല ഓക്കെ. അപ്പൊ ഈ അതിനെ കുറിച്ച് മിണ്ടേയില്ല, അതിടേയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഈ സെയിൽസ് ഗേളിലേക്ക് വരുമ്പോഴത്തേനെ നോർമലി ഇങ്ങനെ എന്താ പറയാ അമ്മയൊക്കെ ഇരിക്കുമ്പോഴും വന്ന് ഓടി വരുമോ ഈ പെമ്പിള്ളേരെ കാണുമ്പോഴേ? അത് എനിക്കൊന്നും എല്ലാ ബോയ്സും എല്ലാരും അങ്ങനെയാ. ആരെങ്കിലും പുറത്തുനിന്ന് വരും. അപ്പം ഇങ്ങനെ നിങ്ങളുടെ വീട്ടില് ഓരോരുത്തരുടെ വീട്ടില് സെയിൽസ് ഗേൾ വന്നിട്ടുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടോ? അവര് വന്ന് പ്രസന്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമാണ്. സെയിൽസ് ഗേൾ എന്നല്ല, വീട്ടിൽ വരുന്നവരെ അതുണ്ട് ഇതുണ്ട് അതെനിക്ക് ഇഷ്ടമല്ല. ഇവരൊക്കെ വന്നിട്ട് സാറിന് വിളിക്കും, വേറെ ആരും വന്നിട്ട് സാറിന് വിളിക്കും. ഇങ്ങനെ മറ്റേ വന്നു കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും അതിൽ പെമ്പിള്ളേർ വരുമ്പോഴത്തേനാണല്ലോ മെയിൻ ആയിട്ട് അമ്മമാരാണല്ലോ ശ്രദ്ധിക്കൂല ഇത്രയും നേരം അനങ്ങാത്തവന് വേണ്ടി വരുന്നത് കുറെ. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അമ്മയൊക്കെ എന്തൊക്കെയാ പറയുന്നത്? വീട്ടിലെ ഒറ്റ ഡയലോഗ് അല്ലേ, ഇവിടെ ഒന്നും വേണ്ട. ഇപ്പൊ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേനെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുമ്പോ എന്താ പറയാറുള്ളത്? ഇപ്പൊ നിങ്ങൾ റീൽസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേന് കുറെയൊക്കെ അവർക്കും അറിയാലോ ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അല്ല ആദ്യം കാണുമ്പോ പറയുമായിരുന്നു. ഇപ്പൊ പിന്നെ നമ്മൾ ഏകദേശം 500 വീഡിയോ ആയി. അപ്പൊ കണ്ടവര് വിടും, ഇതല്ല അതിന്റെ കൂടെയുള്ളതല്ലേ, പോട്ടെ പോട്ടെ. ഓ എന്റെ മോന്റെ റീൽ ഇത് കാണുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല. ആദ്യം നോക്കുമായിരുന്നു, പറയും, ചോദിക്കും, ഡിസ്കസ് ചെയ്യും വന്നിട്ട്. ഇപ്പൊ കാണുന്ന സ്ഥിരം കാണുന്നതല്ലേ, ഡെയിലി ഏകദേശം ഡെയിലി നമ്മൾ വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ ഞാനേ നോക്കുമ്പോഴേ നിങ്ങളുടെ വീഡിയോസ് ഇടയ്ക്കൊക്കെയാണ് ഒരു പെൺകുട്ടി വരുന്നത് അല്ലെ? ഒരു പെൺകുട്ടി പേരുന്ന അഞ്ജലി അല്ലേ? അഞ്ജലി. അപ്പൊ ഈ അഞ്ജലി വരുന്ന വീഡിയോസ് ഒരെണ്ണം ഭയങ്കരമായിട്ട് ഹിറ്റ് ആയത് നമ്മുടെ ഒരു പാട്ട് അല്ലേ? അത് ഭയങ്കര അവളുടെ പാട്ട്, അവള് തന്നെ കയ്യിന്റെ പാട്ട്. അപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ പെൺകുട്ടികളുടെ മുഖം കാണുമ്പോഴത്തേക്ക് കുറച്ച് റീച്ച് കൂടുന്നതായിട്ട് നിങ്ങൾക്കൊരു തോന്നുന്നുണ്ടോ? കാരണം അഞ്ജലി വരുന്ന വീഡിയോസിൽ കുറച്ചുകൂടെ ഹൈപ്പും ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ടുണ്ടോ? കാരണം ഇൻസ്റ്റഗ്രാമിൽ പെൺപിള്ളേരുണ്ടെങ്കിൽ സുഖമായിട്ട് ലൈക്സ് അതിനാണ് പെൺകുട്ടിയെ കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ ലൈഫില് പ്രണയം ഉണ്ടോ? എന്താണ് അവിടെ നിന്ന് തുടങ്ങിയത്? അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ അവിടെ ചോദിച്ചോളൂ. വിഷ്ണു ഇത്ര മിണ്ടാതിരുന്നതിന്റെ കാരണം എനിക്ക് തോന്നുന്നു പറയട്ടതല്ലേ, പ്രണയം ഉണ്ടോ വിഷ്ണു? വിഷ്ണു മകളുണ്ട്. അയ്യോ കണ്ടാ പറയുന്നില്ല. വിഷ്ണു ചേട്ടനായിരുന്നു. അപ്പൊ പ്രണയവിവാഹമായിരുന്നോ? 32 വയസ്സായി, പെണ്ണുമില്ല, പെടകോഴി ഒന്നുമില്ല. അതെന്താ കല്യാണം കഴിക്കാത്ത? കല്യാണം കഴിക്കേ വേണ്ടെന്നാണ്. പെണ്ണ് കിട്ടണ്ടേ? അല്ല ആരും തീർന്നിട്ടുണ്ടല്ല അല്ലേ? അതെ, ഫിനിഷ് ചെയ്യട്ടെ. അല്ല എന്താ അല്ല വീടിനടുത്ത് അത് എന്തിപ്പോ കുഴപ്പം? പുള്ളിക്കാരൻ ഒരാളെടുത്ത് പുള്ളിക്കാരൻ ഒരു വർഷം 2 വർഷം മുന്നേ പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞു. 1 വർഷം മുന്നേ 2 വർഷം മുന്നേ പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞു. നാച്ചുറലി ബോയ്സ് എന്താ ചെയ്യുന്നത്, അവരെ പിറകെ പോവുമല്ലോ. ഇഷ്ടമാണ് കണ്ടിന്യൂസ് പോയി ബുദ്ധിമുട്ടിച്ച് അപ്പൊ പുള്ളിക്കാരന് ഈ മടിയുടെ അസുഖമുണ്ട്. അപ്പം എപ്പോഴും പോകാൻ താല്പര്യമില്ല. പുള്ളിക്കാരി വീണ്ടും ഫ്രണ്ടിൽ കൂടി പോവും. ഒരു ദിവസം ഒന്ന് പോയി കണ്ടു, പറഞ്ഞു, പിന്നെ വീട്ടിൽ കയറി, പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. പുള്ളിക്കാരി ഡെയിലി പോകുന്നുണ്ട് അതിലെ. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് ബിഗ് ബോസിൽ എഡിറ്ററായിട്ടൊക്കെ പോയി, തമിഴ് ബിഗ് ബോസിൽ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും വന്ന് നിൽക്കുക. ആ കുട്ടി വന്ന് പറയൂന്നും പറഞ്ഞു 2 വർഷം കഴിഞ്ഞ് വിളിക്കുന്നു. വൈകിട്ട് എന്നെ വിളിക്കുന്നു, അളിയ അവളെന്റെ ഫ്രണ്ട് ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്തിട്ട് നീ പോയി പറയടാ പറഞ്ഞ്. എന്നിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോ എന്നെ വിളിക്കുന്നു, നീ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ടെറസിന്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ടെൻഷൻ, അളിയാ അവള് വിഷയാവും, അവള് വരും, ആളുകളെ കടിക്കാൻ വരും, നീ കാണൂല. എനിക്ക് ചേട്ടൻ പറയുമ്പോ എനിക്ക് പറയാം ഇഷ്ടമല്ല, ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമല്ല ഡയലോഗില്ല. അതേപോലെയാണ്. അതെന്താ ഏട്ടാ ഇഷ്ടമുള്ള കുട്ടിയോട് അത് പുറകെ നടന്നാലല്ലേ അത് എന്താ പറഞ്ഞേ റെഡിയാകും. ഓർമ്മയെങ്കിലും വേണ്ടേ കുട്ടിക്ക്, ഓർമ്മയെങ്കിലും വേണ്ടേ? ആരും ഒരാള് മിന്നായം പോലെ I love you
അവളെ കേട്ട് കാണത്തില്ല. ചേട്ടൻ ഒരു കാര്യം കൊറോണ സമയത്ത് മാസ്ക് വെച്ചിട്ട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ? എവിടെ ഓർമ്മയാണ് പുള്ളി കണ്ടിട്ടില്ല, ആളാരെന്ന് പോലും പറഞ്ഞൂടാ. നിതിൻ വന്ന് എന്തോ പറഞ്ഞിട്ട് പോയി, ഞാൻ കേട്ടില്ല. എനിക്ക് തോന്നുന്നു ആ പെങ്കൊച്ച എന്നും അവിടെ നിൽക്കുന്നത് മാസ്ക് വെച്ച് പോയിട്ട് പുള്ളിക്ക് പേടി എന്നെ അടിക്കുമോ. നിവിൻ വന്നിട്ട് നമ്മളോട് ചോദിക്കും, അളിയാ ഇന്ന് അവൾ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി പോയി, എന്നെ കാണാനായിരിക്കും പോയത്. അല്ല എനിക്ക് തോന്നറിയോ, ആ കുട്ടി ഇഷ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തിരിച്ചിട്ട് മറുപടി തരാൻ വേണ്ടി എന്നും അവിടെ നിൽക്കും. നിങ്ങൾ അന്വേഷിച്ച് ഇറങ്ങണായിരിക്കും മനുഷ്യ. സത്യം. അരവിന്ദിന് പ്രണയമുണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ എന്റെ അടുത്തേക്ക് ഒരു ആരെയും ഏൽപ്പിക്കാറില്ല. അതെ, നമ്മള് സ്നേഹം കൊടുക്കുക. ശരിക്കും പ്രണയമുണ്ടോ? ഉണ്ട്. എന്ത് പറയാൻ പറ്റുന്നതാണോ അതോ? അല്ല, പറയാൻ പറ്റില്ല. ഇല്ലല്ല, പറയാൻ പറ്റില്ല. അത് exclusive ആ. അത് കണ്ടന്റ്, അത് പിന്നെ പറയാം. അല്ല എന്നാലും ചെറുതായിട്ട് ഒരു കല്യാണത്തിന് പോയി. ദേ പറയുന്നു. എവിടെ വെച്ച് ഇവൻ എന്റെ അടുത്ത് ചോദിക്കണം, ഈ കുട്ടിയെ കണ്ട്. അപ്പൊ ഇവന്റെ അടുത്ത് വെച്ച് എക്സ്ക്ലൂസീവ് അത് കഥ പറയല്ലേ. അത് വരും. അരവിന്ദ് ഇങ്ങനെ സെൽഫിഷ് ആവരുത്. അരവിന്ദ് പിന്നെ ആരും പറഞ്ഞില്ല. ദിവിജന്റെ കുഴപ്പമില്ല, ഇത് പറയാൻ ഭയങ്കര വിഷയമാണ്. തല പോവും ചിലപ്പോ. അരവിന്ദ് മൂന്നോട് നീ ഏതാ പറയാൻ പോകുന്നത് ഇപ്പൊ? ഞാൻ പറയുന്നത് ഞാൻ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ആയിട്ട് പറയാം. ഇവ വന്നിട്ട് ചോദിക്കുന്നത് അതാര്? വേറെ അത് പറഞ്ഞുതരാം. കണ്ടുപിടിച്ചത് ആരെന്ന്. എന്നിട്ട് ഞാൻ അവന്റെ അടുത്ത് പറയാ, ഇത് ആ കുട്ടിയാണെന്ന് തോന്നുന്നു. ശരി, ഞങ്ങള് പക്ഷെ ഇവർക്ക് ആർക്കും അറിഞ്ഞൂടായിരുന്നത്. പിന്നെ ഇത് നമ്മുടെ കാര്യം ഫുഡ് കഴിക്കാനൊക്കെ പോയി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ DJ ഒക്കെ ഉണ്ട്. DJ പാട്ട്, ഡാൻസ്. അരവിന്ദ് ആ കുട്ടിയും കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ വീട്ടിലാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഷൂട്ടിന് വന്നപ്പോ അല്ല, അപ്പോഴൊന്നും ഇല്ല. അപ്പോഴൊക്കെ നമ്മള് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. അല്ല, അപ്പോഴാ അല്ല അന്ന് നമ്മള് അന്ന് വൈകിട്ട് വിളിക്കുന്നു, അരവിന്ദ് എടാ എന്തായി? അത് ഒന്നുമില്ല, അതൊന്നുമില്ല. ഇത് പറയല്ലടോ, ഇത് വേറെ കണ്ടന്റ് ആണോ? ഇത് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചു, ഞാൻ മൈൻഡ് ഒന്നും ചെയ്യല്ല. ഇല്ല, ഇത് 2 ദിവസം അല്ല, ഇത് അത് നമുക്ക് പറയാം. അത് നമുക്ക് എടോ, അത് കുഴപ്പമില്ല. ഇത് മനസ്സിലാവുന്നില്ല എനിക്ക്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പിന്നീട് ഓഫ് ക്യാമറ ഹരിചേട്ടന്റെ പ്രണയത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഉണ്ട്, കൂടെ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച. ഹരിചേട്ടൻ ഒരാളെ കാണുന്നു, ഇപ്പൊ സ്നേഹയെ കാണുന്നു. സ്നേഹ ഐ ലവ് യു, സ്നേഹ പറയുന്നു ഐ ഹേറ്റ്, ഡിപ്രഷൻ. പിന്നെ ഒരു 2 മാസം ഡിപ്രഷൻ. അപ്പൊ ഉടനെ വേറൊരാളിങ്ങനെ പോകുന്നു, മോളെ ഐ ലവ് യു. ആ കുട്ടി മിണ്ടാതാവുമ്പോ ഡിപ്രഷൻ. നിപിൻ ചേട്ടാ, എന്തായാലും അന്ന് പറയാൻ പേടിച്ച് നമുക്ക് ഇപ്പൊ ആ കുട്ടിക്ക് ഒരു പ്രപ്പോസൽ കൊടുത്താൽ ഹായ് മാലിനി, അന്ന് ആ കുട്ടി കണ്ടിട്ടില്ല, കാരണം മാസ്ക് വെച്ചേക്കും. ഇതല്ല ഇതല്ല ആ കുട്ടി ചിലപ്പോ ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പം ആ കുട്ടിയെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പ്രപ്പോസ് ചെയ്യും? കണ്ട സ്കിപ്പ് ഇവന്മാരാ. അല്ല, എന്നാലും പ്രപ്പോസ് ചെയ്യാൻ ഇപ്പൊ ഒരു അവസരം കിട്ടുവാണെങ്കിൽ എങ്ങനെ പ്രപ്പോസ് ചെയ്യും? നിപിചേട്ടന്റെ പ്രപ്പോസ് കുട്ടി വന്ന് നിൽക്കുമോ, അതോ ക്യാമറയാണ് കുട്ടി? ഒന്ന് പ്രപ്പോസ് ചെയ്ത് കാണിച്ചു. മാസ്ക് വേണോ ഇനി? മാസ്ക് വേണോ? അല്ല, എന്നാലും എങ്ങനായിരിക്കും പറയാൻ പോകുന്നത്? ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ആ കുട്ടിയല്ല, ഒരു പെൺകുട്ടി ഇപ്പൊ നിപിചേട്ടൻ ഇഷ്ടപ്പെട്ടു, അപ്പൊ ആ പെൺകുട്ടി എങ്ങനെ പ്രപ്പോസ് ചെയ്യും? ഇങ്ങനെ അപ്പൊ ആ പെൺകുട്ടി അടുത്തേക്ക് പോകുമ്പോ എന്താ മനസ്സിൽ വരുന്നത്? പെണ്ണ് അപ്പുവാണെന്ന് വിചാരിച്ചു. അപ്പൊ നേരെ നോക്കി കാണണേ, എക്സ്പ്രഷൻ കാണണം മുഖത്തെ. അന്ന് ഞാൻ മാസ്ക് പേരൊക്കെ അറിയാം. ഞാനന്ന് പറഞ്ഞത് അല്ല, എന്റെ പേര് അന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്തെങ്കിലും ഒരു വാക്ക് തിരിച്ച് പറയണം. അച്ഛടാ, അത് കൊള്ളാം.
ആ പാട്ട് പാടുമല്ലേ? എന്നാ ഹരിച്ചേട്ടൻ ഒരു പാട്ട് പാടിക്ക്. ഒരു കാറ്റിൽ നീന്തി വന്നെന്നിൽ പെയ്തു നിൽക്കു നീയെന്നും മഴമയിൽ പീലി നീത്തും പ്രിയ സ്വപ്നമേ പല വഴിമരങ്ങളാൽ നിലവുകൾ നിൽക്കെ കൊലുസണിയുന്ന നിലാവേ നിൻ പദതാളം വഴിയുന്ന വനവീഥി ഞാൻ വേനൽ. എങ്ങനെയുണ്ട് ഇത് മറ്റേ ഫുള്ള് പാടി തീർന്നില്ലേ? അയ്യോ ഇത് പോയി. നല്ല പാട്ടായിരുന്നു. ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നില്ല. സംഭവിക്കില്ല, പിടിച്ചു താഴെ ഇടും. താഴെ അങ്ങനെ പാടണ്ട. നമ്മൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ചേട്ടാ അത് ശരിയായിട്ടില്ല. പെർഫോം ചെയ്യണ കട്ട് അടിപൊളി നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ, നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. അത് ശരിയായില്ല കേട്ടോ, അതൊന്നുകൂടി ചെയ്യണം കേട്ടോ. ഇത് ഇവന്മാർ ഇങ്ങനെ തന്നെയാണോ സ്ഥിരം? കാരണം നമ്മൾ ഒരു കോൺഫിഡൻസ് ആണെന്ന് ചെയ്ത് കഴിയുമ്പോൾ അരവിന്ദ് ചിലപ്പോ അരവിന്ദ് മിക്കവാറും ഓൺ ടേക്ക് ആണ് കേട്ടോ. ആദ്യത്തെ ടേക്കിൽ ഓക്കെ ആക്കും, പക്ഷെ ചിലപ്പോ അരവിന്ദിന്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു 50-60 ടേക്ക്, അപ്പൊ നമ്മളെല്ലാം വന്നിരിക്കും. അങ്ങനെ ചില സമയം കണ്ടന്റ് കൊണ്ടുവന്ന ഞാനല്ലേ, ഞാൻ വീഡിയോ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ ഓർന്ന് പറയുമ്പോ ഒരുലോട് പുച്ചോട്ട് ഒരാളോട് ഇരിപ്പുണ്ട്. എന്തിന് ചേട്ടന് ഓൾറെഡി ഒരു പ്രണയമുണ്ട്, കാമുകി വിളിക്കുന്നു. ആദ്യ ടൈം തന്നെ ഒരു പെൺകുട്ടി വേറൊരു സെറ്റപ്പ് വിളിക്കുന്നു. അപ്പം എന്ത് ചെയ്യും? ഷിഫ്റ്റ്, സഡൻ ഷിഫ്റ്റ്. പറഞ്ഞോ. ആ നില്ല ഒരു മിനിറ്റ്, എൻ്റെ ഒരു കൂട്ടുകാരെ വിളിക്കണേ, ഒരു മിനിറ്റ്. പറയടി. ഇല്ല, വേറൊരു കൂട്ടുകാരൻ വിളിച്ചോണ്ടിരുന്നു. ആ ശരിയാണ്, ഇപ്പൊ വിളിക്കാണ്. നിങ്ങൾ എല്ലാരും ഇങ്ങനെ അവൻ മാത്രം അല്ല, ഞാൻ നിവിൻചേട്ടൻ്റെ പഠിച്ചതാണ്. നിങ്ങൾ ട്രിവാൻഡ്രംകാരുടെ കുറെ ഇന്റർവ്യൂസ് ഞാൻ എടുക്കുമ്പോഴത്തേന് അവർക്ക് ഈ ട്രിവാൻഡ്രം പാസം കുറച്ച് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്കും ഉണ്ടോ അങ്ങനെ? ട്രിവാൻഡ്രം എന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര ഒരു വികാരമാണ്. നിങ്ങളുടെ വീഡിയോസിലൊക്കെ അധികം അങ്ങനെ സ്ലാങ് അല്ല, അത് ഒരു അല്ല, ആ സ്ലാങ് കൂടുതൽ എനിക്ക് തോന്നുന്നു അങ്ങോട്ടാ, പാറശാല ആ സൈഡിലോട്ടാ. നമുക്ക് അങ്ങനല്ല, നമ്മുടെ അവിടെ ഉണ്ടില്ല എന്നല്ല, പക്ഷെ എപ്പോഴും അങ്ങനെ ആരും അങ്ങനെ സംസാരിക്കാറില്ല. ആ രീതിക്ക് സംസാരിക്കൂല, സംസാരിക്കൂല. നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയാവോ? അവിടുത്തെ എന്തായാലും സ്ലാങ് അല്ല എന്തിര് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആരാ സ്ലാങ് സംസാരിക്കുന്നത്? കേക്കട്ടെ. നമ്മളാരും കേട്ടിട്ടില്ല നമ്മൾ സംസാരിച്ചത്. നമ്മളങ്ങനെ സംസാരിച്ചിട്ടില്ല. അതാ നമ്മള് അവിടെ സംസാരിച്ചു 1-2 വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡയലോഗ് പറ. അപ്പൊ നമ്മളത് ട്രിവാൻഡ്രം സ്ലാങ്ങിലേ എന്തരടെ സമയത്തിന് വരാൻ പറയും നിനക്കൊക്കെ വന്നുകിടി. അറിയുന്നത് ഞാൻ ആർട്ടിഫിഷ്യലായി. കേക്കട്ടെ. പറയടാ, എന്താടാ നീ പറ അങ്ങട്. അത് വേറെ പോയി. അതായത് നിങ്ങൾ ആക്ച്വലി എന്താ, ഐ മീൻ ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയാ ചെയ്യുന്നത്? മെയിൻ സിനിമ ആണോ? അപ്പൊ സിനിമ ഇങ്ങനെ നമ്മൾ അത് വരും ഓരോന്നിങ്ങനെ. ഇപ്പം കൂടുതലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നിങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, നമുക്കും ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരുന്നുണ്ട്. അത് വരാം, സമയമാകുമ്പോൾ വരും. അപ്പൊ എന്താണ് ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്കൊക്കെ ഇറങ്ങാൻ കാരണം? സിനിമയുടെ സ്വപ്നം കണ്ടിട്ടാണോ? ഒരു പ്ലാറ്റ്ഫോം അല്ലേ നമുക്ക്. മറ്റേ സിനിമയിൽ പോയി നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോം ആയിട്ട് യൂസ് ചെയ്തത്. നിങ്ങള് ഇപ്പം കറന്റ്ലി ഇപ്പൊ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല? ഞാൻ ഇന്റീരിയർ ഡിസൈനറാണ്. ഫ്രീലാൻസ് ആയിട്ട്. അത് സൈഡായി, ഇത് മെയിനായി. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അല്ല ഫേമസ് ഒന്നുമല്ല. എഡിറ്റർ ആണല്ലേ? പിന്നെന്താ എഡിറ്റിംഗ് ഒക്കെ? ഉണ്ട്, ഫ്രീലാൻസ് എല്ലാം ഫ്രീലാൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? ഡ്രൈവിംഗ് പരിപാടി. ഓക്കെ. നമ്മുടെ ആ വൈറൽ സോങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പാടാൻ പറ്റുമോ? ചുണയുണ്ടെങ്കിൽ എന്തൊക്കെ പാട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേ ഗംഗയൊക്കെ പാടാം. റെഡി? ഞാൻ പാടുന്നു. റെഡി? നീ എന്റെ
ഇവൻ പറ്റിച്ചേട്ടൻ. ഞാൻ പാടി അതുകൊണ്ട് ഇവൻ ഒറ്റയ്ക്ക് പാടിപ്പിക്കണം. അല്ല അയ്യേ വേണ്ട മതി മതി എനിക്ക് ഭയ പാടാനത്. അരവിന്ദ് ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് സംബന്ധിച്ച് ഒന്നും നാണംകേട് വിചാരിക്കാൻ പാടില്ല. ഇത്ര നാണംകേട് എങ്ങനെ സിനിമ അഭിനയിക്കാമോ? ആ ഒരു സിനിമ ഡയലോഗ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെ നീ പറയും? അപ്പോഴും പറയും അപ്പോഴും പറയും ഒരു ഡയലോഗ് കൊടുത്തേ, ഒരു തരില്ല. ഡയലോഗ് കൊടുത്തേ. തുണിയില്ലാതെ കുളിക്കുമ്പോ ഈ പാട്ടാണ് മൂളിപ്പാട്ടായിട്ട് പാടുന്നത്. ഇതൊന്നും ഓർമ്മിപ്പിക്കരുത്. ഞാൻ എപ്പോഴും പാട്ട് പാടി നീ കേട്ടിട്ടുണ്ടോ? ഇവരെയൊക്കെ ഞാനാണ് വിളിക്കാൻ പോണേ രാവിലെ. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറയാ വിഷ്ണു ചേട്ടൻ എന്തോ പറയാനുണ്ട്. അതിന് ഈ പാട്ട് ഇവൻ പാടും. ഇവൻ പാടും. ഇപ്പൊ തുണി ഇല്ലാതെ പാടിയിട്ടുണ്ട്, തുണി ഇട്ടും പാടിയിട്ടുണ്ട്. നീ ഇത് പാടിയിട്ട് പോയാല് എന്തൊക്കെ കഥകളെ അടിച്ചിറങ്ങണേ. ഹരിചേട്ടൻ എന്തൊക്കെ പറയാനില്ലായിരുന്നു അരവിന്ദിനെ പറ്റി? അരവിന്ദിനെ പറ്റി പറയാൻ എനിക്കുണ്ടായ ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഇവന് ഒരുപാട് ഒരു മെസ്സേജ് അയക്കും. മെസ്സേജ് ഇവൻ റിപ്ലൈ കൊടുക്കൂല. അത് അരവിന്ദ് ചേട്ടനെ ഒന്ന് ഹായ് പറയാന്ന് പറഞ്ഞു എല്ലാം ഇങ്ങോട്ട് ഞാൻ അവരെ മാറോട് ചേർത്ത്. പിന്നെന്താ അരുതെന്റെ എന്റെ എല്ലാരും ആയി. അയ്യോ അത് കൊള്ളാല്ലേ. അതായത് ശരി, നിങ്ങൾ കൊറേ പേരില്ലേ, എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് വരാറുണ്ട്. ഇപ്പൊ മറ്റേ ഒഫീഷ്യൽ പേജിൽ വരും. ഒഫീഷ്യൽ പേജ് വരുന്നത് കൊടുക്കില്ല റിപ്ലൈ. അയ്യോ കൊടുക്കും. അല്ല അങ്ങനെയല്ല കേട്ടോ. അയ്യോ അല്ല 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 കൊടുക്കും. നമ്മൾ ഇതിനെ പ്രൊമോഷൻ അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു ടൈമിൽ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് മെസ്സേജ് കൊടുക്കും. അരവിന്ദിന് അങ്ങോട്ട് മറ്റേ പേഴ്സണൽ മെസ്സേജ് അപ്പൊ നോക്കും. കടമൊക്കെ ചോദിക്കും, ചേട്ടാ 2000 രൂപ തരും. അങ്ങനെ ചോദിക്കാറുണ്ടോ? ആ മെസ്സേജ് ആറുണ്ട്. അറിയാത്തവരോ? അറിയാത്തവര് മറ്റേ ഇത് അല്ലാതെ ഓഡിയൻസ് ഇങ്ങനെ വരുന്നവരാ. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലേ ഇല്ല. ഞങ്ങൾ തിരിച്ചു ചോദിക്കും 4000 രൂപ തരുമോ? ഇപ്പൊ പറഞ്ഞില്ലേ മെസ്സേജ് വരുന്നത്, എന്തായാലും ഒരുപാട് മറ്റേ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരും. അങ്ങനെയൊക്കെ മെസ്സേജ് വരാനുണ്ടല്ലോ. അപ്പൊ അരവിന്ദ് റിപ്ലൈ കൊടുക്കാത്ത താല്പര്യം? അല്ല ഞാൻ ഒറ്റ റിപ്ലൈ, താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ്, കീപ് വാച്ചിങ്. സെയിം റിപ്ലൈ. ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ അരവിന്ദിന്റെ പേര് പറഞ്ഞാണോ മെയിൻ ആയിട്ട് മെസ്സേജുകൾ വരുന്നത്? അങ്ങനെ ചേട്ടൻ മെസ്സേജ് റിപ്ലൈ അത് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ വേഷം ചെയ്യുന്ന ഒരാളുണ്ടല്ലോ അങ്ങനെ. അത് സംഭവം പുള്ളി നമ്മള് കൂടുതലും അച്ഛൻ വേഷം അപ്പൂപ്പൻ വേഷമൊക്കെ പുള്ളിയെ കൊണ്ട് ചെയ്യുന്നത്. അപ്പം പുള്ളി നരയിട്ട് ചെന്നാലേ മനസ്സിലാവും. നരയിട്ട് ചേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു വീഡിയോ എടുത്ത് ഞാൻ അച്ഛൻ വേഷം ചെയ്തു. നേരെ ഹരിയുടെ അടുത്ത് പോയിട്ട് അച്ഛൻ വേഷം ഇഷ്ടപ്പെട്ടു. ഞാൻ ചേട്ടാ ഞാനാണ് ചെയ്തത്. അല്ല അത് ചിലപ്പോ അവരുടെ കുറ്റമല്ലേ, കാരണം നമ്മളിങ്ങനെ വീഡിയോസ് കണ്ടു പോകുമ്പോഴേ പെട്ടെന്ന് ശ്രദ്ധിക്കില്ലല്ലോ. ഇഷ്ടപ്പെട്ട ചേട്ടാ കൊള്ളാം. അല്ല നമ്മള് വിഷുവിന് പോയട്ടെ, മീറ്റിങ്ങിനെ പോയപ്പോഴത്തേക്ക് വരിയിൽ നിന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് യൂട്യൂബർ അല്ലേ അറിയാം, അറിയാത്ത ഫ്രണ്ട് ഇരിക്കുകയാണ്. ഞാൻ കണ്ടില്ല, ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ചോദിച്ചിട്ട് പോയി. ഞാനിവിടെ നിൽക്കുക കണ്ടില്ലേ. എന്റെ ചേട്ടൻ കൂടെ ഉണ്ട്. ഹരി എനിക്ക് തോന്നുന്നു നേറ്റിങ്ങിന്റെ ഭാഗത്ത് നീയാണ് ഫേമസ്. അത് കൊള്ളാല്ലേ. ഓരോ സ്ഥലങ്ങളിലനുസരിച്ച് ഈ ഭാഗത്ത് നീയാണ് ഫേമസ്, ഈ ഭാഗത്ത് ഞാനാണ് ഫേമസ്. ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്ന ആർക്കും ഇതിനകത്ത്? അരവിന്ദ് കാണാം. ഓ എന്തായാലും അരവിന്ദൻ നിന്റെ ഫാൻസ് വരെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകട്ടെ. എടുക്കട്ടെ. അപ്പൊ ഇവരോടൊക്കെ എന്തായി മെസ്സേജ് വരുമ്പോ അരവിന്ദന്റെ പേര് പറഞ്ഞ് പറയുമ്പോ വേറെ ഒന്നും ഞാൻ പറയില്ല. വേറെ ഞാൻ ഒരുപാട് അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. മോശമായിട്ട് പറഞ്ഞെന്ന് ആര് പറഞ്ഞൂടെ? ആരും പറഞ്ഞില്ലല്ലോ. പറഞ്ഞ എന്താ അതെ എന്താ അത്? അരവിന്ദ് നിങ്ങളൊന്ന് വേണം ഇടക്കിടക്ക് ചെക്ക് ചെയ്തു, ചിലപ്പോ നിന്റെ പേര് പലതും ജയിലിൽ കിടക്കേണ്ടി വരും. പോക്സോ കേസിനൊക്കെ ഞാൻ 20+ ഇങ്ങോട്ട് എടുക്കുള്ളൂ. അത് വയസ്സ് ചോദിക്കും, ഏജ് ചോദിക്കും. ആദ്യമേ ചോദിക്കാം. നിന്റെ പേരിലായിരിക്കും എല്ലാം പറയണത്. അങ്ങനെയൊന്നുമില്ല കേട്ടാ. ഓക്കെ, നിങ്ങളെ ഈ യൂട്യൂബേഴ്സ് ഇൻസ്റ്റാഗ്രാമേഴ്സ് ഒക്കെ ആകുന്നുണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ഈ എവിടെയൊക്കെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ടോ? ഒരു ബുദ്ധിമുട്ട് അല്ല, എല്ലാരും ഇങ്ങനെ അറിയാം. ഇങ്ങനെ ഇവന് എവിടെയോ ഇങ്ങനെ നോക്കി ഇവന് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആലോചിച്ചോണ്ടിരിക്കാനാണ്. അല്ല എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അത് തന്നെ ആളതെ
ഇങ്ങോട്ടൊന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് പോയി. അല്ല നമ്മൾ പറയണല്ലോ, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ആവില്ലേ. അപ്പൊ ഞാൻ പറയാം അത് തന്നെ നോക്കണ്ട. അപ്പൊ എന്നാലും നമ്മൾ ഒരു പാട്ടും കൂടെ പാടി ഇത് വൈൻഡപ്പ് ചെയ്താലോ? ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ. താളം പിടിക്കാൻ ഞാനുണ്ട്. ഇത് കാറിലൂടെ ഭയങ്കര പാട്ടാണല്ലോ, കരോക്കെ ഇട്ട ഭയങ്കര പാട്ടാണ്. നിമിഷയുടെ സംസാരിച്ച് തുടങ്ങി അടിപൊളിയായിട്ട് സംസാരിക്കുന്നല്ലേ? അത് ഓണായി വരാൻ കുറച്ച് ഓണായി വരാൻ സമയം എടുക്കും. എല്ലാത്തിലും സ്ലോ ആണ്. ഒരു കണ്ടന്റ് ഉണ്ട് സ്ലോയിന്റെ. സ്ലോയുടെ ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ട്, അത് പുള്ളി വെച്ച സൺസ്ക്രീൻ. 10 മണിക്ക് പോകണമെങ്കിൽ അളയനെ 8 മണിക്ക് വരാൻ പറയും, എങ്കിലും വരത്തില്ല. അതെന്താ താമസിക്കാണ്? സാധാരണ പെൺപിള്ളേരാണ് മറ്റേ മേക്കപ്പ് ഒക്കെ ചെയ്ത് താമസിക്കാൻ. രാത്രി ചാറ്റും വീഡിയോ കോളും എല്ലാം പറഞ്ഞിട്ട് കണ്ടന്റ് യൂട്യൂബ് വീഡിയോസ് കണ്ട് 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 പക്ഷെ കണ്ടന്റ് ഒന്നും കൊണ്ടുവരും. കണ്ടന്റ് കൊണ്ടുവരൂല. അത് എന്ത് കാണുന്നതെന്ന് പറഞ്ഞൂടാ. യൂട്യൂബ് വീഡിയോ ആണോ, നൈറ്റ് ഫുൾ വീഡിയോ കോൾ. കൊണ്ടുവരാം. ഇപ്പൊ കണ്ടന്റ് ഒന്നും കിട്ടാറില്ല. ഞങ്ങള് വേറൊരു ഒരു പ്രോജക്ട്, ഒരു പടത്തിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. പടങ്ങളൊക്കെ ആയി കയ്യില്. ഇപ്പൊ നിങ്ങളോട് അഭിനയിച്ച ഉണ്ടായിരുന്ന ജോചേട്ടനും ജോമൻ ചേട്ടൻ ചേട്ടൻ നമ്മുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആള് മിണ്ടില്ലല്ലോ, മിണ്ടാൻ പഠിപ്പിച്ച പാട്. സൈലന്റ്. ചേട്ടൻ വന്നിട്ട് മറ്റേ ഇങ്ങനെ ഇരിക്കുക. ഞാൻ എയർലാവുന്ന പേടിച്ചിട്ട് മിണ്ടാത്തെ. സത്യം പറഞ്ഞു അതാണ് മറ്റേ ബാലൻ. അല്ല അല്ലെങ്കിൽ പുള്ളി അല്ലാതെ പുള്ളി കുറച്ച് മിണ്ടാതിരിക്കുന്ന, അല്ല കംഫർട്ട് സോൺ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കും. പുള്ളിയും ഭയങ്കരമായിട്ട് നൈസ് പരിപാടീസ് അല്ലേ, സിനിമയിലാണെങ്കിലും അടിപൊളിയായിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ. നിങ്ങളോടുള്ളപ്പോഴും ഭയങ്കര വൈബായിരുന്നു. നമ്മളോട് വൈബേ ഉള്ളൂ. ചേട്ടൻ ഇങ്ങനെ ഒരിക്കലും ഒരു നമ്മുടെ ഇന്റർവ്യൂലാണെന്ന് ഒരു ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഷൂട്ടിന്റെ ഇടയ്ക്ക്, അത് കൊറോണ സമയത്ത് ഷൂട്ടിന്റെ ഇടയ്ക്ക് വെള്ളത്തിലുള്ള ഒരു ജലസിംഹം അല്ല നമ്മളില്ലായിരുന്നു, നമ്മളടുത്ത് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പോലീസ് കിടക്കുന്നതൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കൊറോണ സമയത്തൊക്കെ? ഇല്ല, കൊറോണയിലല്ല നമ്മൾ തുടങ്ങി. കൊറോണ കഴിഞ്ഞ്, കൊറോണയ്ക്ക് മുന്നേ ചാനലുണ്ടായിരുന്നു. ആ ചാനലിൽ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് സംഭവങ്ങൾ, ഞാനത് കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ കയറി. അത് കഴിഞ്ഞ് പ്രശാന്ത് ആയിട്ട് നമുക്ക് നമ്മളെ കൂടെ ഒരു പൊക്കമുള്ളൊരു പുള്ളിക്കാരുണ്ട്. പുള്ളി പ്രൊഡ്യൂസറാണ്, പ്രൊഡക്ഷൻ ഹൗസ് എല്ലാം പുള്ളിയാണ്. പുള്ളി ഇപ്പം വന്നില്ല, സ്മാർട്ട് ക്ലാസ് വന്ന് പുള്ളി എൻട്രൻസ് കോച്ചിങ് സെൻ്റർ ഒക്കെ തുടങ്ങി, അങ്ങനെ പോകുന്നു. പുള്ളി എന്നെ സ്ഥിരം വിളിക്കും, ഞാനും ചെയ്യുന്നില്ല വീഡിയോ. പ്രശാന്ത് ഏട്ടനാണ് നമ്മുടെ ആൾ, നെടുന്തൂണ് പ്രശാന്ത് തന്നെയാണ് ഫണ്ടറൊക്കെ. ഇപ്പൊ ഒരു സീരീസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ പ്രൊഡക്ഷൻ പുള്ളിയാണ്. പടം ചെയ്യാൻ പോകുന്നത് അതും പുള്ളിയാണ് പ്രൊഡക്ഷൻ. പുള്ളി അങ്ങനെ ദിവസവും വിളിച്ചിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ പുള്ളിയാണ് എപ്പോഴും പറയുന്നത്. നമ്മൾ ഇൻഹൗസ് നമ്മൾ ചെയ്യുന്ന പടം പ്രോപ്പർ മൂവി. അത് ഇങ്ങനെ അതിന്റെ ഡിസ്കഷൻ, അതിന്റെ ഡിസ്കഷൻ നാളെയൊക്കെ പോകുന്നു ഞാൻ പറഞ്ഞു. അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അല്ലല്ല, അങ്ങനെ നമ്മൾ നിൽക്കില്ല. പടം ഓടണ്ടേ? അല്ല, അത് നമുക്ക് പതിയെ വന്നാൽ മതി. അങ്ങനെ വരും, പടത്തിൽ എന്തായാലും വരും, ഉറപ്പായിട്ട് ചെയ്യും, അത് ഉറപ്പായി. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ കറന്റിലുള്ള വിശേഷം. മിമിക്രി വല്ല ചെയ്യുന്നു? പറയുന്നില്ല നമ്മളാ ഉദിത് നാരായണില്ല, അത് ചെയ്യുവാ. അല്ലല്ല, നമ്മള് ഞാൻ പറയുന്നത് അത് പാട്ട് പാടാം. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, ചന്ദന പുഞ്ചിതയിൽ എന്റെ അച്ഛനെറിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിക്കിറങ്ങുന്ന തമ്പലപ്രാവുകളോ ഇന്നമ്പലപ്രാവുകളോ ഇന്നലെ ആഹാ ആഹാ ആ
ഇത് ഒരു സിദ്ദിഖ് റോഷൻ പുള്ളി പാടിയത് നമ്മള് സൗണ്ട് അല്ല അത് ഭയങ്കര ഇഷ്ടമാണ് പാടുന്നത്. അല്ല ഞാൻ നോക്കിയപ്പോഴേ ഉദിത്നാരായണൻ പാടുന്നുണ്ടല്ലേ, ഇത് ഉദിത്നാരായണൻ ഗ്രൂപ്പും അവര് നമ്മള് ആ പാട്ട് വേറെ നല്ല രസമാണ് പുള്ളി. ഇതുപോലെ വേറെ വല്ല സംഭവം ഉണ്ടോ ഇതുപോലെ രസകരമായിട്ടുള്ള? അല്ല ഇത് പുള്ളിയുടെ ഇതൊക്കെ ഇപ്പൊ പോകുന്നു. ഉദിത്തേട്ടനെ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ആരും പാടുന്നേ? ഇത് വേറെ ഉള്ളല്ലേ. അതോടെ പാടാവോ? ഏതേതോ ഗന്ധർവന്റെ ഓടപ്പൂച്ചൊണ്ടിൽ പാടാം പതിയേ, നക്ഷത്രങ്ങൾ നാണിത്തുള്ളും മാണിക്യക്കാറ്റിൽ പാടാം പതിയേ, ഒരു ഒരു കിന്നര ഗാനം മൂളി ഒളിക്കും കുയിലിനു വേണ്ടി പാടാം, അമ്പിളിനാവത്തന്തി നിലാവെ പോലെ ഒരു കുമ്പിൽ നിറയെ കൂവനെട്ടുകൾ പോർത്തുമിടഞ്ഞത് നീട്ടാം, കൈതവരമ്പത്തിത്തിരി നേരം നിൽക്കാം. എനിക്ക് ഈ അരവിന്ദ് പാട്ട് പാടുമ്പോൾ എന്തോ ഓർമ്മ, ഈ ഇടയ്ക്ക് മറ്റേ ഗുരുവായൂരമ്പൽ നാട്ടുടെ ഇതിന്റെ പ്രസ് മീറ്റിനാന്ന് തോന്നുന്നു ബേസിലായിട്ട് പാടിയില്ലേ ഇല്ല പാട്ട്, മറ്റേ ആക്ഷൻ ഒക്കെ കാണിച്ചിട്ട് അല്ലേ, അതേത് പാട്ടായിരുന്നു? ഒരു ചിമ്മി അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു. ക്യൂട്ട്നെസ് ആണ് അവന്റെ മെയിൻ. ക്യൂട്ട്നെസ് ആണ് അവന്റെ മെയിൻ. അറിഞ്ഞിരുന്നല്ല, അറിയാതെ വരുന്നതാ. എന്നാ അരവിന്ദ് തന്നെ ഒരു പാട്ട് പാടാം ഇങ്ങനെ ആക്ഷൻ മറ്റേ വൈറൽ കട്ട്. അമ്മമ്മ അരകമ്മ അടിനെഞ്ചിൽ യാരമ്മ മിഴിയമ്മ മൊഴിയമ്മ യാരമ്മ. പാട്ടിട്ടാ ഇതില്. ഓക്കെ, അടിപൊളി. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇന്റർവ്യൂ കട്ട് ചെയ്ത് അടുത്ത ശനിയാഴ്ച നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. എനിക്കത് ആദ്യം ഒന്നും അല്ലേ ചേട്ടൻ മിണ്ടായിരുന്നത് ആടി ലാസ്റ്റ് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും ഓണായി അല്ലേ. എന്തായാലും അടിപൊളി, എന്ത് ചെയ്യാൻ ഓണായില്ലേ, എന്തായാലും ഓണായില്ലേ. വേറെ വഴിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.